നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം, പ്രകീർണനം, വിസരണം അങ്ങനെയുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് നമുക്ക് ആദ്യം ഈ അപവർത്തനം എന്താണെന്ന് പറയാം. അതിനു മുമ്പ് പ്രകാശമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രകാശത്തിൻ്റെ വേഗവും സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം? അവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. പ്രകാശത്തിൻ്റെ വേഗം എല്ലാ മാധ്യമങ്ങളിലും ഒരുപോലാണോ? അല്ല അല്ലേ. ഈ കോളം കൊടുത്തിരിക്കുന്ന അപ്പോൾ ഇതിനകത്ത് മാധ്യമം കൊടുത്തിട്ടുണ്ട്, പ്രകാശത്തിൻ്റെ വേഗം കൊടുത്തിട്ടുണ്ട്. മീറ്റർ/സെക്കൻഡിലാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന നമുക്ക് അറിയാം ഇതിലൂടെയാണ്, ശൂന്യതയിലൂടെയാണ് അല്ലെങ്കിൽ വായുവിലൂടെയാണ്. വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നെ വരുന്നത് ജലത്തിലാണെങ്കിൽ 2.25 × 10⁸, ഗ്ലാസ് ആണെങ്കിൽ 2 × 10⁸, വജ്രത്തിലാണെങ്കിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇങ്ങനെ ഓരോ മാധ്യമങ്ങളിലും പ്രകാശത്തിൻ്റെ വേഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ വേഗവും പ്രകാശത്തിൻ്റെ സാന്ദ്രതയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ? അതായത് ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്നു. പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ്? പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും പ്രകാശത്തിൻ്റെ വേഗത കൂടുമ്പോൾ ആ പ്രകാശത്തിൻ്റെ സാന്ദ്രത എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കും. രണ്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം കുറയുന്നു. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് വായുവിനാണ് അല്ലേ. അപ്പോൾ സാന്ദ്രത ഏറ്റവും കുറവ് ഏതായിരിക്കും? വായുവിനായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതുവാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറവ് വായു, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനും ഏറ്റവും കുറവുള്ളത് വായുവിനാണെന്ന് പറയാം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയും സാന്ദ്രതയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അപവർത്തനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. റിഫ്രാക്ഷൻ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു പല മാധ്യമങ്ങൾക്കും അവയുടെ സാന്ദ്രത വ്യത്യാസമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിൽ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശം മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവയുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്കൊരു വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ്? സാന്ദ്രതാ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനം, അതിനെയാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പടം കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അതിനകത്ത് ഒരു രശ്മി അല്ലേ, PQ എന്ന് പറയുന്ന ഒരു രശ്മി, അതാണ് പതനരശ്മി. പതനരശ്മി ഒന്ന് പതിക്കുന്നു. അത് എവിടെ നിന്നാണ് വരുന്നത്? വായുവിൽ നിന്ന് ഗ്ലാസ് എന്ന മാധ്യമത്തിലേക്ക് കടക്കുവാണ്. അപ്പം നമുക്കറിയാം വായുവിൻ്റെ സാന്ദ്രത കുറവും ഗ്ലാസിൻ്റെ സാന്ദ്രത കൂടുതലുമാണ്. അപ്പം സാന്ദ്രത കുറവുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടുതലുള്ള ഒരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അതിൻ്റെ പാത അല്ലേ, പാത എന്ത് കിട്ടും? നമ്മൾ ജസ്റ്റ് ഒരു ലംബലേഖ വരയ്ക്കണം, അതിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോണാണ് പതനകോൺ എന്ന് പറയുന്നത്. അതാണ് I. പതനകോണാണ് I. അതിനുശേഷം ഈ രശ്മിക്ക് അപവർത്തനം സംഭവിച്ചു. അതിനുശേഷം ഉണ്ടാകുന്ന കോണാണ് എന്ത്? അപവർത്തന കോൺ, R എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പതനരശ്മി എന്നും രണ്ടാമത്തതിന് എന്ത് ചെയ്യുന്നു? അപവർത്തന രശ്മി എന്നാണ് പറയുന്നത്. അപ്പോൾ പതന രശ്മി ഉണ്ടാക്കുന്ന കോണാണ് പതനകോൺ, അത് I. അപവർത്തന രശ്മി ഉണ്ടാക്കുന്ന കോൺ ഏതാണ്? അപവർത്തന കോൺ, അത് R കണ്ടോ. അപ്പം പ്രകാശം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പോകുവാണെങ്കിൽ ആ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. കണ്ടോ, ഇവിടെ വായു സാന്ദ്രത കുറവാണ് അല്ലേ. വായു സാന്ദ്രത കുറവാണ്. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നതെങ്കിൽ എന്താണ് പറയുന്നത്? ആ അപവർത്തനം സംഭവിച്ച രശ്മി നമ്മൾ ജസ്റ്റ് ഒരു ലംബരേഖ വരയ്ക്കുകയാണ്, അതിനോട് അടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് നോക്കിയേ, വായുവിൽ നിന്ന് ഗ്ലാസ്സിൽ കടന്നു, ഗ്ലാസ്സിൽ നിന്ന് പിന്നെ വായുവിലേക്ക് കടക്കുവാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത്. അതായത് ഗ്ലാസ്സിന് സാന്ദ്രത കൂടുതലാണ്, അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കിടക്കുമ്പോൾ വായുവിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ എന്താ പറ്റിയേ? അന്നേരം വീണ്ടും അപവർത്തനം സംഭവിച്ചു. ആ രശ്മി ഈ ലംബരേഖയിൽ നിന്നും അകന്നു പോകുന്നു അല്ലേ.
അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതായത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബരേഖയിൽ നിന്നും അകന്നു പോകുന്നു. ഇനി സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബരേഖയോട് അടുക്കുന്നു. ഒരെണ്ണം ഓർത്താൽ മതി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. അപ്പോൾ ആ അപവർത്തനം സംഭവിക്കുന്നതിന് മുമ്പുള്ളത് പതനരശ്മി, അത് പതനകോൺ I, അതിനുശേഷമുള്ളത് അപവർത്തനകോൺ R. അപ്പോൾ അത്ര ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കൂടുന്ന കാര്യം കുറയുന്ന കാര്യം ഒരെണ്ണം ഓർത്താൽ മതി. അപ്പം മറ്റത് കിട്ടും. ഇനി എന്തൊക്കെയാണ് ഈ അപവർത്തനത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ പെൻസിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അല്ലേ? പക്ഷെ ഒടിഞ്ഞിട്ടില്ല. അതെന്തിന് എക്സാമ്പിളാണ്? അപവർത്തനത്തിന് എക്സാമ്പിളാണ്. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷവും എന്ത് ചെയ്യുന്നു? കുറേ സമയം സൂര്യപ്രകാശം കാണാൻ പറ്റും അല്ലേ? അതെന്ത് കാരണമാണ്? അതും ഈ അപവർത്തനം കാരണമാണ്. പിന്നെ നക്ഷത്രങ്ങളുടെ തിളക്കം, മരീചിക, ഇതൊക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഈ ഒരു അപവർത്തനം കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് അങ്ങനെ ചിലപ്പോൾ അപവർത്തനം എന്താണെന്ന് ചോദിക്കില്ല, ഈ ഒരു പ്രതിഭാസം തന്നിട്ട് ഇത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. മരീചിക, നക്ഷത്രങ്ങളുടെ തിളക്കം, പിന്നെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നത്, പിന്നെ ജലത്തിൽ വെച്ചിരിക്കുന്ന പെൻസിലോ കമ്പോ എന്തെങ്കിലുമൊക്കെ എന്താണ് ഒടിഞ്ഞതായിട്ട് കാണുന്നത്, ഇതൊക്കെ എന്താണ്? അപവർത്തനം കാരണം. ഇംഗ്ലീഷ് വേർഡും കൂടി ഓർത്തിരിക്കണം കേട്ടോ. റിഫ്രാക്ഷൻ, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. റിഫ്ലക്ഷൻ വേറെയാണ്, അപ്പം മാറിപ്പോവരുത്. റിഫ്രാക്ഷനാണിത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം, അപവർത്തന നിയമങ്ങൾ. അത് 2 എണ്ണമാണുള്ളത്. അതിലൊന്നാമത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പതനകോണില്ലേ? ഇപ്പം ഇവിടെ ഉണ്ടായ പതനകോണാണ് I, അപവർത്തനകോണാണ് R. അപ്പോൾ പതനകോൺ, അപവർത്തനകോൺ, വിഭജന തലത്തിൽ നിന്നും പതന ബിന്ദുവിലൂടെ വരച്ച ലംബം, അവയൊക്കെ എന്തായിരിക്കും? ഒരേ തലത്തിലായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാം ഒരേ തലത്തിൽ തന്നെയല്ലേ നമ്മൾ കണ്ടത്. അപ്പം ഇതാണ് പതനകോണും അപവർത്തനകോണും. ആ നമ്മൾ വരച്ച ലംബവും ഒരേ തലത്തിൽ തന്നെ ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. അടുത്ത പോയിന്റാണ് പതനകോൺ ഏതാ? I എന്ന് പറഞ്ഞു. അപവർത്തനകോൺ R ആണ്. അപ്പം അതിൻ്റെ സൈൻ വാല്യൂസിൻ്റെ അംശബന്ധം, അതായത് സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R, അതെന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. അപ്പം ചോദിച്ചിട്ടുണ്ട്, സ്നെൽസ് ലോ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഈ സൈൻ I ബൈ സൈൻ R ഒരു സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു മാധ്യമത്തിൽ അപവർത്തനം സംഭവിച്ചിട്ടുണ്ടാകുന്ന പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകളുടെ ആനുപാതിക വില ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അതായത് സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സംഖ്യയായിരിക്കും. അതിന് പറയുന്ന പേരാണ്, ഈ സ്ഥിരസംഖ്യയ്ക്ക് പറയുന്ന പേരാണ് അപവർത്തനാങ്കം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, സെൻസ് ലോ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപവർത്തനം. പിന്നെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ I ബൈ സൈൻ R ഇസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ആ സ്ഥിരസംഖ്യേനെയാണ് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് N എന്ന അക്ഷരം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ അപവർത്തനാങ്കം ഓരോ മാധ്യമത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും. 2 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആപേക്ഷിക അപവർത്തനാങ്കവും കേവല അപവർത്തനാങ്കവും എന്താന്ന് നോക്കാം. ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെയാണ് ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാധ്യമത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഒരു മാധ്യമം എന്താണ്? ശൂന്യതയാണെങ്കിൽ, ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് പറയുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് കേവല അപവർത്തനാങ്കം. ഇത്രയേ ഉള്ളൂ. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ സൂചിപ്പിക്കുന്നതാണ് ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ. പ്രകാശത്തിൻ്റെ വായുവിലെ വേഗം c-യും പ്രകാശത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ വേഗം v-യും ആണെങ്കിൽ ആപേക്ഷിക അല്ല ഇവിടെ പറഞ്ഞ കേവലം, ഒരെണ്ണം ശൂന്യത വെച്ച് പറയുമ്പോൾ നമ്മൾ കേവലമാണല്ലോ. അപ്പം കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത് c ഡിവൈഡഡ് ബൈ v ആയിരിക്കും. അപ്പോൾ 2 മാധ്യമങ്ങളിൽ ഒരു മാധ്യമം ശൂന്യതയാണെങ്കിൽ, ശൂന്യതയെ അപേക്ഷിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള അപവർത്തനാങ്കമാണ് എന്ത്? കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത്. സാധാരണ ഈ കേവല അപവർത്തനാങ്കം തന്നെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? അപവർത്തനാങ്കം എന്ന് നോർമലി പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ അപവർത്തനാങ്കം? ആപേക്ഷികം എന്ന് വെച്ചാൽ 2 മാധ്യമങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് അപവർത്തനാങ്കം പറയുകയാണ്. ആ 2 മാധ്യമങ്ങളിൽ ഒരെണ്ണം ശൂന്യതയാണെങ്കിൽ അതാണെന്ത്? കേവല അപവർത്തനാങ്കം.
എക്സാമ്പിൾ ഇത് മനസ്സിലായി കാണില്ല. പ്രകാശത്തിന്റെ വായുവിലെ വേഗം ഡിവൈഡഡ് ബൈ പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗം C/V. ഓക്കെ, ഇനി മറ്റ് അല്ലാണ്ട് ചില മാധ്യമങ്ങളുടെ അപവർത്തനാങ്കമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിന്റെ 1.52, ഗ്ലിസറിൻ 1.47, സൺഫ്ലവർ ഓയിൽ 1.47, ജലത്തിന്റെ എത്ര 1.33, ഫ്ലിന്റ് ഗ്ലാസ് 1.62. അത് പരീക്ഷയ്ക്ക് തരുമായിരിക്കും, അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വിവിധ മാധ്യമങ്ങളിലെ അപവർത്തനാങ്കം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിഫലനം, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ, മാറിപ്പോവല്ല. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്താ പറ്റുന്നത്? അതിന് നമ്മൾ മുമ്പേ പറഞ്ഞ എന്തായിരുന്നു, അപവർത്തനം സംഭവിക്കുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. എന്താണ്? പ്രകാശത്തിന്റെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുവാണെങ്കിൽ ആ സന്ദർഭത്തിലെ പതന കോൺ, പതിച്ച കോണിനെയാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് ഇപ്പൊ പറഞ്ഞ ഈ ക്രിട്ടിക്കൽ കോൺ എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോഴുള്ള പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. അപ്പൊ ഈ ക്രിട്ടിക്കൽ കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണ് പതന കോണെങ്കിൽ ആ പ്രകാശരശ്മി എന്ത് ചെയ്യുന്നറിയാവോ? ഏത് മാധ്യമമാണോ ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാം. അതിന് അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പൊ അതിനെയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ്? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പതിക്കുകയാണെങ്കിൽ അതിനെന്ത് പറ്റുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. അതെന്താ ചെയ്യുന്നത്? ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു. അതിനെയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കോൺ എന്ന് വെച്ചാൽ അപവർത്തന കോണുണ്ടല്ലോ, അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലുള്ള പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണാണെങ്കിൽ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കാതെ ആ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് പ്രതിഫലിക്കുന്നു. അതിനെയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ പടത്തിൽ നോക്കിയേ, 2 ബൗളിൽ നമ്മൾ വെള്ളം വെച്ചിരിക്കുകയാണ് അല്ലേ. വെള്ളം പകുതിയോളം വെള്ളമുണ്ട്. അതിനകത്തേക്ക് ഒരു ടോർച്ച് അടിക്കുക, ലേസറിന്റെ ടോർച്ച് എന്നുള്ള പ്രകാശം അടിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേനകത്ത് നോക്കിയേ, അത് പ്രകാശം അടിച്ചിട്ടത് നേരെ വരുന്നത്, അതായത് 90 ഡിഗ്രി കോണളവാകുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപവർത്തന കോണ് 90 ഡിഗ്രി ആയി. ആ സമയത്ത് 90 ഡിഗ്രി ആയ എന്ത് പറ്റുമെന്നാ പറഞ്ഞത്? ആ മാധ്യമത്തിലേക്ക് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ പിന്നെയും പ്രതിഫലിച്ചത് കണ്ടോ. അപ്പൊ ഇതിനെയാണ് എന്താ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 48.6 ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അപവർത്തന കോണ് 90 ഡിഗ്രി ആകുമ്പോഴുള്ള പതന കോണ്. അപ്പൊ അതിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത്. ഇനി ഓർത്തിരുന്ന എവിടേക്കാണ് ഈ പൂർണ്ണാന്തര പ്രതിഫലനം ഉപയോഗിക്കുന്നത്? ഒന്നാമതായിട്ട് ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളില്ലേ, അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നില്ല, പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാകുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് കൊടുത്തേക്കെന്ന് നോക്കിയേ, പ്രകാശിക നാരുകൾ, അതാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് എവിടെയാണ്? മെഡിക്കൽ രംഗത്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എൻഡോസ്കോപ്പ് എന്ന ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രോഗനിർണയത്തിനും ശരീരത്തിൽ മരുന്നുകളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്നു? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാർത്താവിനിമയ രംഗത്ത് നമുക്ക് അറിയാവുന്ന കാര്യം, വാർത്താവിനിമയ രംഗത്തും ഉപയോഗിക്കുന്നുണ്ട്? ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഓക്കെ, അപ്പൊ പ്രകാശത്തിന്റെ ആ മെയിൻ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ട് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അടുത്തൊരു ടോപ്പിക്കാണ് ലെൻസിനെ പറ്റി നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കാണ് ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഗോള ഉപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ടും ലെൻസ് 2 തരത്തിലാണുള്ളത്. കോൺവെക്സ് ലെൻസും
കോൺകേവ് ലെൻസും അല്ലേ. അപ്പോൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ്? നടുഭാഗം ഇങ്ങനെ വിസ്തീർണം കൂടിയും രണ്ടറ്റവും വിസ്തീർണം കുറഞ്ഞു ഇരിക്കും. നടുഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് ആകുമ്പോൾ എന്താണ്? കേവ്, ഗുഹ പോലെ. അപ്പം ഇങ്ങനെ രണ്ട് സൈഡും എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതാണ് കോൺകേവ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് പ്രകാശിക കേന്ദ്രം. എന്താണ് പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ? ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. ലെൻസിന്റെ മധ്യബിന്ദു, ഒപ്റ്റിക് സെന്റർ, പി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ആ ലെൻസ് വരച്ച് ലെൻസിന് നടുക്കൊരു കുത്തിട്ടേക്കുന്നുണ്ട്, അതായിരിക്കും എന്ത്? പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ, പി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് വക്രതാ കേന്ദ്രം? ഇപ്പം നമ്മൾക്ക് ഈ ലെൻസിനെ ഒരു എന്താണ് സർക്കിളിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും വക്രതാ കേന്ദ്രം എന്ന്. നമ്മുടെ സി എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? ജസ്റ്റ് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ ഒരു വൃത്തത്തിന്റെ സെന്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ആ ഒരു ഇതിനെയാണ് എന്ന് പറയുന്നത് വക്രതാ കേന്ദ്രം. അപ്പോൾ ലെൻസ് ഭാഗമായി വരുന്ന രണ്ട് ഗോള ഉപരിതലങ്ങളുണ്ടല്ലോ, അതിന്റെ സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്റ്റിക് സെന്റർ അതെന്ന് വെച്ചാൽ എന്താ? പ്രകാശിക കേന്ദ്രം ലെൻസിന്റെ മധ്യബിന്ദു. വക്രതാ കേന്ദ്രം ലെൻസ് ഭാഗമായി വരുന്ന ആ ഗോളത്തിന്റെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രം. അതിനെ നമ്മൾ സി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെൻസിന് രണ്ട് സൈഡിലും എന്ത് വരും? വക്രതാ കേന്ദ്രങ്ങൾ വരാം. ഇനി അടുത്തതാണ് എന്ത്? മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. എന്താണ് മുഖ്യ അക്ഷം? നമ്മൾ പറഞ്ഞു ഒരു ലെൻസിന് രണ്ട് സൈഡിലും വക്രതാ കേന്ദ്രങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ആ പ്രകാശിക കേന്ദ്രം ലെൻസിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ആ സാങ്കല്പിക രേഖനെയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ കാണിച്ച ഫിഗറിന് അത് സെൻട്രൽ കൂടി പോകുന്ന ലൈനാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റാണ് മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് കോൺവെക്സിനും കോൺകേവിനും രണ്ട് രീതിയിലാണ് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ, ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിരിക്കുന്നു, അതിനകത്തേക്ക് കുറേ പ്രകാശരശ്മികൾ വന്ന് പതിക്കുവാണ് അല്ലേ. പതിച്ചതിന് ശേഷം അവയ്ക്ക് അപവർത്തനം സംഭവിച്ച് എന്ത് ചെയ്യുന്നു? എല്ലാ രശ്മികളും കൂടി ഒരു കോമൺ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു, അപ്പുറത്തെ സൈഡിൽ എഫ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് എന്ത്? മുഖ്യ ഫോക്കസ്. എന്താ പറഞ്ഞേ? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? അപവർത്തനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒന്നുമില്ല, അപവർത്തനത്തിന് ശേഷം ആ രശ്മികളെല്ലാം കൂടി ഒരു കോമൺ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ ഒരു കോമൺ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ഇതുപോലെ തന്നെയാണോ നോക്കാം. നോക്കിയേ, കോൺകേവ് ലെൻസിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടോ? അതിൽ പ്രകാശരശ്മികൾ വന്നിട്ട് എന്ത് പറ്റുന്നു? അവ അങ്ങോട്ട് അതായത് ആ നേരത്തെ ഉള്ള മുഖ്യ അക്ഷത്തിൽ നിന്ന് അകന്നു പോകുവാണ് അല്ലെ, അകന്നു പോകുന്നതായിട്ട് കണ്ടോ. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്ത് സംഭവിക്കുന്നു? അപവർത്തനത്തിന് ശേഷം അകന്നു പോകുന്നതായിട്ട് കാണുന്നു. ഈ രശ്മികള് പതന രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലേക്കുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു അല്ലെ. അപ്പൊ പ്രകാശരശ്മികൾ വന്നത് ഏത് സൈഡിലാണോ ആ സൈഡിൽ തന്നെയാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്, മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് വരയ്ക്കുകയാണെങ്കിൽ പ്രകാശരശ്മികൾ പുറപ്പെട്ട ആ ഒരു സൈഡിൽ തന്നെ ആയിരിക്കും കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം അടുക്കുന്ന പോയിന്റ്, ഇതാണെങ്കിൽ അകന്നു പോകുവാണ്. പക്ഷെ അകന്നു പോയാലും നമുക്ക് ആ പതന രശ്മികളുടെ അതേ വശത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? അവ പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു എന്താണ്? സാങ്കല്പിക ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ കാര്യം, മിഥ്യ എന്ന് പറയാം. കാരണം എന്താണ്? ആ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ നമുക്കൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഥ്യയായിരിക്കും. അത് ഓർത്തിരിക്കണം കേട്ടോ. കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യയായിരിക്കും. ഇനി അടുത്തതാണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ എന്താണ്? ഫോക്കൽ ദൂരം എന്താണ്? പ്രകാശ കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം. അതിന് എഫ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം മിററിന്റെ പഠിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇക്വേഷൻ ഉള്ളത് എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി ആണ്. അല്ലെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u.
അതിനകത്ത് വി എന്ന് പറയുന്നത് എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരവുമാണ് യു എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയേ. ഒന്നുമില്ല, ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെന്റിമീറ്റർ അകലെയായിട്ട് വസ്തു വെച്ചേക്കുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും. ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ദൂരം കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ യു നെഗറ്റീവാന്ന് ഓർക്കുക. കോൺവെക്സ് ലെൻസ് അല്ലേ, നമ്മൾ ആ ആക്സിസിന് ഇപ്പുറത്തെ സൈഡിൽ വെക്കുന്നതൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് യു എന്ന് പറയുന്നത് നെഗറ്റീവ്, വസ്തുവിലേക്കുള്ള അകലം -15 ആയിരിക്കും. മറ്റത് പോസിറ്റീവ്, അപ്പുറത്തെ സൈഡിലല്ലേ പ്രതിബിംബം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 10 എന്നുള്ള ആൻസർ കിട്ടും. അത് ജസ്റ്റ് അതിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. 1/f = 1/v - 1/u. ഇനി അടുത്ത ഒരു ടേമാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞൊരു ലെസൺ പറഞ്ഞപ്പോൾ മിററിന്റെ കേസിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിന്റെ ഉയരം എത്ര മടങ്ങാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. അപ്പോൾ ആവർത്തനം = പ്രതിബിംബത്തിന്റെ ഉയരം / വസ്തുവിന്റെ ഉയരം. പ്രതിബിംബത്തിന്റെ ഉയരത്തെ നമ്മൾ HI, ഇമേജ് ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ്. അപ്പോൾ HI / H0. 0 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ആണ്. അപ്പം HI / HO ആണെന്ത്? ആവർത്തനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, V/U. V എന്ന് വെച്ചാൽ എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരം / വസ്തുവിലേക്കുള്ള ദൂരം. അങ്ങനെയും പറയാം, രണ്ട് രീതിയിലും പറയാം കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ HI/HO അല്ലെങ്കിൽ V/U. അത് രണ്ടും ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആവർത്തനം പോസിറ്റീവ് നെഗറ്റീവ് ആകാം അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ എന്താ പറയുന്നത്? ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയും നിവർന്നതുമായിരിക്കും. ഓക്കെ. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതായിരിക്കും. അത് നോക്കണം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞൊരു ലെസണിൽ. അപ്പോൾ ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഇനിയും ആവർത്തനം 1 ആണെങ്കിൽ എന്തായിരിക്കും? 1 ആണെങ്കിൽ പ്രതിബിംബം എന്തായിരിക്കും? വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും. 1ൽ കൂടുതലാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതും 1ൽ കുറവാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. പിന്നെ ഒരു കാര്യം, ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. അതൊരു ആനുപാതിക സംഖ്യ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആവർത്തനത്തിന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായി 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ എന്തൊക്കെ കിട്ടി? യു കിട്ടി അല്ലേ. വസ്തുവിൽ നിന്നുള്ള അകലം 30 സെന്റിമീറ്ററും പിന്നെ ഇതിനകത്തേക്കുള്ള അകലം എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ഉയരം 60 സെന്റിമീറ്റർ അകലെയായിട്ടാണ് രൂപപ്പെട്ടത്. അപ്പോൾ യു എന്ന് പറയുന്നത് -30ഉം വി എന്ന് പറയുന്നത് 60ഉം ആയിരിക്കും. ഇനി HO അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രതിബിംബത്തിന്റെ ഹൈറ്റ് HI ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ V/U ആണ്. V 60/-30. അപ്പോൾ -2 ആയിരിക്കും മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി അറിയാം, ഏതാണ്? HI/HO. അപ്പോൾ അതുമായിട്ട് ഇത് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ HI എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. സിമ്പിളാണ്. ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. മാഗ്നിഫിക്കേഷൻ HI/HO അല്ലെങ്കിൽ V/U. അപ്പോൾ 6 കിട്ടും. ഇനി അടുത്തത് എന്താണ് ലെൻസിന്റെ പവർ ഓഫ് ലെൻസ്? അതായത് ലെൻസിന്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ 1/f ആയിരിക്കും. എഫ് നമ്മൾ പഠിച്ചെന്താണ്? ഫോക്കൽ ദൂരം അല്ലേ. ഫോക്കൽ ദൂരത്തിന്റെ വ്യുൽക്രമത്തിനെയാണ് പവർ എന്ന് പറയുന്നത്. പ്രത്യേക ഒരു കാര്യം ഓർക്കണം, ഈ ഫോക്കൽ ദൂരം മീറ്ററിലായിരിക്കണം. ഓക്കെ. മീറ്ററിലുള്ള ഫോക്കൽ ദൂരത്തിന്റെ വ്യുൽക്രമത്തിനെയാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ D വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കും. ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ +25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് കോൺവെക്സ് ലെൻസ് ആണ്. ഇത്രയേ ഉള്ളൂ പവർ. എന്തിന്റെ വ്യുൽക്രമമാണ്? ഫോക്കൽ ദൂരത്തിന്റെ വ്യുൽക്രമമാണ് പവർ. P വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. യൂണിറ്റ് ഡയോപ്റ്റർ. യൂണിറ്റ് ഓർത്തിരിക്കണം കേട്ടോ. ഡയോപ്റ്റർ ആണ്. ഓർത്തിരിക്കേണ്ട കാര്യം ഫോക്കൽ ദൂരം മീറ്ററിലാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലെൻസിനെ കുറിച്ചുള്ള ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പ്രകാശത്തിലേക്ക് തിരിച്ചു വരാം. പ്രകാശത്തിനെ കുറിച്ചുള്ള കുറച്ച് കൂടി പഠിക്കാനുണ്ട്. അടുത്തതാണ് പ്രകാശത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് പ്രകാശ പ്രകീർണനം. എന്താണ്? ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ പ്രകീർണനം.
എന്താണ് പ്രകാശത്തിന്റെ പ്രകീർണം എന്ന് പറഞ്ഞാൽ? ഒരു സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വിഭജിക്കുന്നതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഒരു സമന്വിത പ്രകാശം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് സമന്വിത പ്രകാശം അല്ലെ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രധാനം നമുക്ക് നമ്മുടെ മഴവില്ലുണ്ടാകുന്നത്, അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതാണ് പ്രകാശ പ്രകീർണനത്തിന് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മഴവില്ലുണ്ട്, ഈ ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ ഡിസ്പേഴ്സൺ ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന വർണ്ണങ്ങൾക്കൊക്കെ എന്തായിരിക്കും? തരംഗദൈർഘ്യം വ്യത്യാസമായിരിക്കും അല്ലേ? ഓരോ വർണ്ണത്തിൻ്റെയും തരംഗദൈർഘ്യം, ഇപ്പോൾ വിബ്ജിയോറിൽ ആ ഓരോന്നിൻ്റെയും തരംഗദൈർഘ്യം വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനകത്ത് അതൊന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഓരോന്നിൻ്റെയും തരംഗദൈർഘ്യം എന്ന് ഓർത്തിരിക്കുക. നാനോമീറ്ററിലാണ് നമ്മൾ തരംഗദൈർഘ്യം പറയുന്നത്. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ആർക്കായിരിക്കും? ചുവപ്പിനായിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ ചുവപ്പ്, പിന്നെ ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, പിന്നെ കടൽ നീല, വയലറ്റ്. അപ്പോൾ തരംഗദൈർഘ്യം കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് പറയുമ്പോൾ കൂടിയത് ചുമപ്പിനും കുറഞ്ഞത് വയലറ്റിനുമായിരിക്കും. എത്രയാണെന്നുള്ളത് ആ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടിയ ചുമപ്പിന് എത്രയാണ്? 620-നും 700-നും ഇടയ്ക്ക്. വയലറ്റിനാണെങ്കിൽ 400-നും 440-നും ഇടയ്ക്ക്. ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ ചുമപ്പിനും കുറവ് ഏതാണ്? വയലറ്റിനും ആണെന്ന് ഓർക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ മഴവില്ലുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. മഴവില്ലുണ്ടാകുന്ന സാധാരണ ഏത് സമയത്താണ്? മഴവില്ല് കിഴക്ക് ഭാഗത്താവുമ്പോൾ സൂര്യൻ എവിടെ ആയിരിക്കും? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഈ മഴവില്ല് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ സൂര്യൻ എവിടെ ആയിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും. അതായത് ജലകണികകളിൽ പ്രകാശം ജലകണികകളിൽ കൂടി കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു. അപവർത്തനവും പൂർണ്ണാന്തര പ്രതിഫലനവും സംഭവം, രണ്ട് കാരണമാണ് എന്തുണ്ടാകുന്നത്? മഴവില്ലുണ്ടാകുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ജലത്തിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും പിന്നെ ആന്തര പ്രതിഫലനത്തിനും വിധേയമാകുന്നു. അങ്ങനെ ദൃഷ്ടിരേഖയുമായി ഒരേ കോണളവിൽ കാണപ്പെടുന്ന കണികകളുടെ പുറത്തു വരുന്ന പ്രകാശരശ്മി ഒരേ വർണ്ണത്തിനുള്ളതായതിനാൽ എന്താണ് പറയുന്നത്? വൃത്തപാതയിൽ നമുക്ക് തോന്നുന്നതാണ്, വൃത്തപാതയായിട്ട് തോന്നുന്നു. പുറം വക്കിൽ ചുവപ്പും അകത്ത് എന്തായിരിക്കും? വയലറ്റ്. തരംഗദൈർഘ്യം വ്യത്യാസപ്പെടും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പായിരിക്കും പുറം വക്കിലും, അകത്ത് തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ആയിരിക്കും അകത്തും കാണപ്പെടുന്നത്. അപ്പോൾ ഈ എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ആംഗിളും കൂടി പറയണം. ദൃഷ്ടിരേഖയുമായിട്ട് ഇവയുണ്ടാക്കുന്ന ആംഗിള് 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ്. ജലകണികളിലൂടെ പ്രകാശം പോകുമ്പോൾ ദൃഷ്ടിരേഖയായിട്ടൊരു കോണുണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അത് 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ് നിശ്ചിത കോണുണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ 42.7 ഡിഗ്രി ചുവപ്പും 40.8 ഏതായിരിക്കും? വയലറ്റും ആയിരിക്കും. അപ്പം കൂടുതൽ കോണുണ്ടാക്കുന്ന ചുവപ്പ് അതുകൊണ്ടാണ് ഏറ്റവും പുറമേ കാണുന്നത്. കുറവ് കോണുണ്ടാക്കുന്ന വയലറ്റ് ആണ് ഏറ്റവും ഉള്ളിലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാക്കുന്ന കോണ് ചുവപ്പിൻ്റെത് 42.7-ഉം വയലറ്റിൻ്റെത് 40.8. അപ്പോൾ ഓർത്തിരിക്കുക, മഴവില്ലിന് കാരണം അപവർത്തനവും പൂർണ്ണാന്തര പ്രതിഫലനവുമാണ്. രണ്ടും കൂടി കാരണമാണ് മഴവില്ലുണ്ടാകുന്നത്. അപ്പോൾ ആ ആംഗിൾ ഓർത്തിരിക്കുക. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് പുറംപൊക്കി കാണപ്പെടും 42.7 ഡിഗ്രിയും, തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ഉൾഭാഗത്ത് കാണപ്പെടും 40.8 ഡിഗ്രി ആയിരിക്കും ദൃഷ്ടി രേഖയുമായിട്ടുണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാൻ ചാൻസും ഉണ്ട്. ഇനി അടുത്തതാണ്, എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ, എന്താണ് ദ്വിതീയ വർണ്ണങ്ങൾ? പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ് എന്നീ 3 വർണ്ണങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ 3 വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താം? മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഇതിനെ നിർമ്മിക്കാൻ പറ്റില്ല. ഈ പച്ചയും നീലയും ചുവപ്പും വേറെ ഒരു വർണ്ണം ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മറ്റു വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പച്ച, നീല, ചുവപ്പ് ഈ 3 എണ്ണമാണ് പ്രാഥമിക വർണ്ണങ്ങൾക്കകത്ത് പറയുന്നത്. ഈ വർണ്ണങ്ങൾ നമുക്ക് മറ്റൊരു വർണ്ണങ്ങളും ഉപയോഗിച്ച് പ്രാഥമിക വർണ്ണത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വേറെ വർണ്ണങ്ങൾ ഉണ്ടാക്കാം. അതിനെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. കണ്ടോ, പച്ചയും ചുവപ്പും ചേർന്നാൽ എന്ത് കിട്ടും? മഞ്ഞ കിട്ടും. അപ്പം മഞ്ഞ ദ്വിതീയ വർണ്ണമാണ്. പച്ചയും നീലയും ചേർന്നാലോ സിയാൻ കിട്ടും. പിന്നെ നീലയും ചുവപ്പും ചേർന്നാലോ മജന്ത കിട്ടും. അപ്പം ഈ മഞ്ഞ, സിയാൻ, മജന്ത അവയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ദ്വിതീയ വർണ്ണങ്ങൾ. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്ന് എന്തായിരിക്കും കിട്ടുന്നത്? പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച, നീല, ചുവപ്പ് എന്ന് പറഞ്ഞു. അവ കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ധവളപ്രകാശമായിരിക്കും.
ഓക്കെ, അത് ഓർത്തിരിക്കുക. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേരുമ്പോൾ നമുക്ക് ഇടും ധവളപ്രകാശമായിരിക്കും. ആ 3 2 നമുക്ക് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ദ്വിതീയ വർണ്ണം കിട്ടുന്നത്. പച്ച ചുവപ്പും കിട്ടുമ്പോൾ മഞ്ഞ, പച്ച നീലയാണെങ്കിൽ സിയാൻ, നീല ചുവപ്പാണെങ്കിൽ മജന്ത. ഇനിയും പച്ച നീലയും ചുവപ്പും കൂടെ ചേരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ധവളപ്രകാശമായിരിക്കും കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് പ്രാഥമിക വർണ്ണം, എന്താണ് ദ്വിതീയ വർണ്ണം. ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ധവളപ്രകാശം കിട്ടുന്നു. അതായത് പച്ച മഞ്ഞ, പച്ച പ്രാഥമിക വർണ്ണമാണ്, മജന്ത ദ്വിതീയ വർണ്ണമാണ്. അപ്പോൾ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണങ്ങളും കൂടി ചേർന്നാൽ ധവളപ്രകാശം കിട്ടുവാണെങ്കിൽ ആ 2 വർണ്ണങ്ങളും പൂരക വർണ്ണങ്ങളാണെന്ന് പറയാം. എന്താ പറഞ്ഞ്? പച്ച നീല ചുവപ്പ് ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ, മഞ്ഞ സിയാൻ മജന്ത ഇവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അപ്പോൾ ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണങ്ങളും കൂടി ചേരുമ്പം ധവളപ്രകാശം കിട്ടുവാണെങ്കിൽ ആ 2 വർണ്ണങ്ങളും എന്തെന്ന് പറയാം? പൂരക വർണ്ണങ്ങളാണെന്ന് പറയാം. ഇപ്പം പച്ചയും മജന്തയും ചേരുമ്പോൾ ധവളപ്രകാശം കിട്ടുവാണെങ്കിൽ പച്ചയും മജന്തയും എന്താണ്? പച്ചയുടെ പൂരക വർണ്ണമാണ് മജന്ത എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ടി വിയിൽ അല്ലേ? പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് ടി വിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ദ്വിതീയ വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നത് കളർ പിഗ്മെന്റ്സിലാണ്. കളർ പിഗ്മെന്റ്സിൽ ഉപയോഗിക്കുന്നത് ഈ ദ്വിതീയ വർണ്ണങ്ങളാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ പൂരക വർണ്ണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണങ്ങളും കൂടി ചേരുമ്പോൾ ധവളപ്രകാശം ഉണ്ടാവുകയാണെങ്കിൽ ആ 2 എന്താണ്? പൂരക വർണ്ണം. അപ്പോൾ പച്ചയുടെ പൂരക വർണ്ണമാണ് മജന്ത. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് പ്രാഥമിക വർണ്ണങ്ങൾ റെഡ്, ബ്ലൂ, ഗ്രീന്. അതുപോലെ ചിത്രകാരന്റെ പ്രാഥമിക വർണ്ണം ചോദിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോയാണ്. ഗ്രീനില്ല, ഗ്രീനിന് പകരം യെല്ലോയാണ്. റെഡ്, ബ്ലൂ, യെല്ലോയാണ് കേട്ടോ. എന്താ പറഞ്ഞ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് ചോദിച്ചാൽ നീല, ചുവപ്പ്, പച്ചയാണ്. ഇനി ചിത്രകാരന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ചുവപ്പ്, നീല, യെല്ലോയാണ് കേട്ടോ. പച്ചയില്ല, പച്ചയ്ക്ക് വരെ അവിടെ യെല്ലോയാണ് വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ പ്രകാശത്തിന്റെ പ്രകീർണനം അവിടെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് പ്രകാശത്തിന്റെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്? പ്രകാശം മാധ്യമത്തിലെ കണികകളിൽ തട്ടി അതിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. പ്രകാശം മാധ്യമത്തിലെ കണികകൾ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം. അപ്പോൾ ഇതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം, സൂര്യൻ ഉദിച്ചതിന് ശേഷം അല്ലെങ്കിൽ സൂര്യ അസ്തമയത്തിന് ശേഷം എന്താണ്? സൂര്യന്റെ നിറവ് അല്ലേ, ഭയങ്കര കടും ചുവപ്പ് നിറവായിരിക്കും. അതെന്ത് കാരണം? അത് വിസരണം കാരണമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഈ പ്രകാശരശ്മികൾക്ക് കുറേ ദൂരം സഞ്ചരിക്കണം അല്ലേ? പ്രകാശങ്ങൾ അന്തരീക്ഷത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കും. അങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ തരംഗദൈർഘ്യം കുറവുള്ള വർണ്ണങ്ങളുണ്ടല്ലോ, ഈ വയലറ്റ്, ഇൻഡിഗോ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? വിസരണം സംഭവിച്ച് അവയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ വിസരണത്തിന് സംഭവിക്കാത്തത് ഏതാണ്? തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ചുവപ്പ് നിറത്തിൽ സൂര്യൻ കാണപ്പെടുന്നത്. എന്താ പറഞ്ഞത്? ഉദയാസ്തമയങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഒരുപാട് ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറവുള്ള വയലറ്റ്, ഇൻഡിഗോയൊക്കെ വിസരണം സംഭവിച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? എത്തിച്ചത്. അതുകൊണ്ടാണ് ഉദയാസ്തമയങ്ങളിൽ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ചുവപ്പ് നിറത്തിൽ സൂര്യൻ കാണപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് കടലിന്റെ നീലനിറം. കടലിന്റെ നീലനിറത്തിനും ആകാശത്തിന്റെ നീലനിറത്തിനും കാരണം എന്താണ്? വിസരണം. അതെങ്ങനെയാണ് ആകാശത്തിന് നീലനിറം കിട്ടുന്നത്? നമുക്കറിയാം, തരംഗദൈർഘ്യം കുറവുള്ളതിന് പെട്ടെന്ന് വിസരണം സംഭവിക്കുന്നു അല്ലേ? അപ്പൊ സൂര്യനിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ തരംഗദൈർഘ്യം കുറവുള്ളതെല്ലാം വിസരണം സംഭവിച്ച് അവ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിൽക്കുന്നു, ആകാശത്ത് തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതോ ഈ ചുമപ്പും ഓറഞ്ചും യെല്ലോ ഒക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പോരുന്നു. അവയ്ക്ക് വിസരണം സംഭവിക്കുന്നില്ല. അപ്പോൾ തരംഗദൈർഘ്യം കുറവുള്ളതാണ് ആദ്യം വിസരണം സംഭവിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പുറപ്പെടുമ്പം തന്നെ വിസരണം സംഭവിക്കുന്നത് കൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. കൂടുതലുള്ളവ ഭൂമിയിലേക്ക് കടന്നു പോരുന്നു. അപ്പോൾ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് റെയിലിഷ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അതുപോലെ കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് CV രാമനാണ്. അത് രണ്ടും ഓർത്തിരിക്കും. അപ്പോൾ കടലിന്റെ നീലനിറം, ആകാശത്തിന്റെ നീലനിറം, അതിൻ്റെയൊക്കെ കാരണം എന്താണ്? വിസരണം കാരണമാണ്. പിന്നെ സൂര്യാസ്തമയങ്ങളിൽ സൂര്യന്റെ നിറം, അതിന് കാരണം ഏതാണ്? വിസരണം കാരണമാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ചന്ദ്രനിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ചന്ദ്രനിൽ ആകാശം ഇരുട്ടായിട്ട് കാണപ്പെടുന്നത് എന്തായിരിക്കും കാരണം? അവിടെ വായുവില്ലല്ലേ, അവിടെ എന്താണ്? വിസരണം സംഭവിക്കുന്നില്ല. വിസരണം സംഭവിക്കാത്തത് കൊണ്ടാണ് ചന്ദ്രനിലെ അന്തരീക്ഷം എന്തായിട്ട് കാണപ്പെടുന്നത്? ആകാശം
ഇരുണ്ടതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ പ്രകാശരശ്മികൾക്ക് സംഭവിക്കുന്ന വിസരണം കാരണമാണ് നമുക്ക് പകൽ സമയത്ത്, നമുക്കറിയാം പ്രകാശം നേർരേഖയിലൂടെ സഞ്ചരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പക്ഷെ എന്നാൽ പോലും നമുക്ക് പകൽ സമയത്തൊക്കെ നമുക്ക് മുറിക്കുള്ളിൽ വെട്ടം കിട്ടുന്നുണ്ട്. അത് എന്ത് കാരണമാണ്? ഈ വിസരണം കാരണമാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത്, അതാണ് ചോദിക്കുന്ന പരീക്ഷയ്ക്ക് കേട്ടോ. വിസരണത്തിൻ്റെ എക്സാമ്പിൾ: പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് എന്ത്? വിസരണം, സ്കാറ്ററിങ്. ഇനി അടുത്ത വിസരണത്തിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ടിൻഡൽ എഫക്റ്റ്. എന്താ ടിൻഡൽ എഫക്റ്റ്? നമുക്കറിയാം സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ, മരങ്ങളുടെയൊക്കെ ഇടയിൽ. അതാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ? മഞ്ഞുള്ള ഒരു പ്രഭാതത്തിലെ കാഴ്ചയാണ്. അതായത് ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ എന്ത് ചെയ്യുന്നു? പ്രകാശിതമാകുന്നു. അതിനാൽ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ സഞ്ചാരപാത നമുക്ക് ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ വിസരണത്തിന്റെ തീവ്രത ആ കൊളോയിഡിലെ കണികളുടെ വലുപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വലുപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വിസരണ തീവ്രത കൂടുന്നു. ഇതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് കൊളോയിഡൽ ദ്രവത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവയ്ക്ക് വിസരണം സംഭവിക്കുന്നത് കാരണം പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ആ ഒരു പ്രതിഭാസമാണ് എന്ത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട് PSC ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഒപ്റ്റിക്സ് ആണ് അല്ലേ. പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന പഠന ശാഖയാണ് ഒപ്റ്റിക്സ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് അല്ലേ. അനുപ്രസ്ഥ തരംഗമാണ്. മാധ്യമം ആവശ്യമില്ല, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പിന്നെ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ശൂന്യതയിൽ കൂടെയും ഏറ്റവും വേഗത കുറവുള്ളത് എവിടെയാണ്? വജ്രത്തിൽ കൂടെ. നമ്മളത് പറഞ്ഞല്ലേ, വജ്രത്തിൽ കൂടെയായിരിക്കും. ശൂന്യതയിലൂടെയുള്ള വേഗത ചോദിച്ചിട്ടുണ്ട്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം അത് 500 സെക്കൻഡ് ആണ്. ഒന്നെങ്കിൽ 500 സെക്കൻഡ് എന്ന് തരും, അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്, രണ്ടും ഒന്നാണല്ലോ. അപ്പോൾ 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം. പിന്നെ പ്രകാശവർഷം കൊണ്ട് നേരത്തെ പഠിച്ചതാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. എത്ര കിലോമീറ്ററാ? 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഒരു പാർസെക് എന്ന് പറഞ്ഞാലോ 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. പിന്നെ പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണക്കാക്കിയ ആളാണ് റോമർ. റോമർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയത്. ഇനി പ്രകാശം വൈദ്യുതകാന്ത തരംഗങ്ങളാണെന്ന് പ്രവചിച്ചത് ആരാണ്? അത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സ്. നമ്മൾ പറഞ്ഞു പ്രകാശം ശൂന്യതയിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞു അല്ലേ. അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണലാണ്. ആരാണ്? അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് എന്ത് ചെയ്തത്? കണ്ടെത്തിയത്. ഇനി നമ്മൾ പറഞ്ഞു പ്രകാശം എന്തായാലും ഘടകവർണ്ണങ്ങളായിട്ട് പിരിയൂന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ പ്രകാശത്തിന് 7 നിറമുണ്ടെന്ന് കണ്ടെത്തിയതും ഈ ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമുന്നത പ്രകാശം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയതൊക്കെ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. ആരാണ്? ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പ് PSC ചോദിച്ചേക്കുന്നതാണ്. പിന്നെ തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പാണ്, കുറഞ്ഞത് വയലറ്റ് ആണ്. അപ്പോൾ തരംഗദൈർഘ്യത്തിന് നേരെ ഓപ്പോസിറ്റാണ് ആവൃത്തി. അപ്പോൾ ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണെങ്കിൽ ആവൃത്തി കുറവായിരിക്കും. അതുപോലെ തന്നെ വയലറ്റിന് തരംഗദൈർഘ്യം കുറവാണ്, പക്ഷെ എന്താണ്? ആവൃത്തി കൂടുതലായിരിക്കും. അത് രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. അത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. പിന്നെ ചന്ദ്രനിൽ എന്താണ്? ആകാശം കറുപ്പാണ്. അവിടെ വിസരണം സംഭവിക്കാത്തത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? കറുപ്പ് നിറത്തിന് കാരണം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ടോപ്പ്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് നമ്മൾ സ്ലൈഡിലില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. PSC ഒരുപാട് തവണ ചോദിച്ചേക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.